ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തിയിട്ട കപ്പപ്പുഴുക്കാണ്. അപ്പോൾ കപ്പപ്പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കപ്പ വേവിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കപ്പ അതിലേക്ക് ഇടാൻ പോവാണ്. കപ്പ മുഴുവൻ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ കുക്കറിൽ കപ്പേൻ്റെ മുകളിലായിട്ട് കപ്പ മുഴുവൻ മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ. എന്നിട്ട് ഇതൊന്ന് കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മൾ കപ്പയിൽ ചേർക്കാനുള്ള മത്തി തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മത്തിയിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ മത്തി തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള മത്തി ഇതിലേക്ക് ഇടാൻ പോവാണ്. മത്തി ഇട്ട ശേഷം ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ. ഫ്രണ്ട്സ്, അങ്ങനെ ഇപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുക്കറിലായിരുന്നല്ലോ വെച്ചത്. അപ്പോൾ 2 വിസിലടിയാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. 2 വിസിലടിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ ഓഫ് ചെയ്തിട്ട് വാങ്ങി വെച്ചാണ്. അങ്ങനെ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിലേക്ക് ഇടാനുള്ള മീന് ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടി റെഡി ആയിട്ട് നമ്മൾ എങ്ങനെ മിക്സ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നതായിരിക്കും. നമ്മുടെ മീനും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇത് ഇറക്കി വെച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി വേവിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ കപ്പയും മത്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ മത്തി എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുള്ള് കളഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ചെറിയ മക്കൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ മുള്ള് കളഞ്ഞിട്ട് മത്തി ഇവിടെ ഈ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കിപ്പോൾ കപ്പ ആഡ് ചെയ്യാൻ പോവാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് കപ്പയൊക്കെ നല്ലോണം ഉടഞ്ഞു വരണം. അതുപോലെ തന്നെ ഈ മത്തിയും ഒക്കെ നല്ലോണം മിക്സ് ആവണം. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഫ്രണ്ട്സ്, നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മത്തിയിട്ട കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.